Hello viewers, welcome back to my channel The Untold Stories. സോ ഇന്ന് ഞാനൊരു ജ്വല്ലറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ജ്വല്ലറീസ് ആണ്. അപ്പോൾ ഈ ഒരു ജ്വല്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി ജ്വല്ലറീസ് ആണ്. ഫസ്റ്റ് വൺ നോക്കാം. അനൗക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആംഗ്ലറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആംഗ്ലറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 24 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ആൻഡ് 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അത്യാവശ്യം നമ്മുടെ കാലിലൊക്കെ ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഒരു ആംഗ്ലറ്റ്സ് ആണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പേര് വരുന്നത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്രെയ്ഡഡ് ഔൾ ആൻഡ് ഈവൽ ഐ ആംഗ്ലറ്റ്സ് എന്നാണ്. അപ്പം നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. നടുക്ക് ഇങ്ങനെ ഒരു ഈവൽ ഐ വരുന്നുണ്ട് ഡിസൈനായിട്ട് ആൻഡ് രണ്ട് സൈഡിലും ഒരു എന്താ പറയുക സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു രണ്ട് ഔളിൻ്റെ ഡിസൈനാണ് വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോൺസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അലോയ് ആണ്. അപ്പോൾ 226 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സിൽവറിൻ്റെയും അതേപോലെ ബ്ലാക്ക് സ്റ്റോൺസ് ആണ് വരുന്നത്. പിന്നെ സിൽവറിൻ്റെ മുത്ത് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പം അലോയ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഷേപ്പ് ഹുക്കാണ് വരുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കാലിൽ നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ വലിയ സൈസുള്ള ടൈപ്പ് എന്താ പറയുക ആംഗ്ലറ്റ്സ് അല്ല. പിന്നെ നമുക്ക് നമ്മുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്പ്രേ പെർഫ്യൂം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ അടുത്തുനിന്നൊന്നും വെക്കാത്ത രീതിയിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രാച്ച് ഒന്നും അധികം ആവാത്ത രീതിയിൽ നമ്മളൊരു ബോക്സിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ട് കഴുകാൻ പാടില്ല. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത്. ഒരു എസ് ഷേപ്പ് ഹുക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകത്തൊന്നുമില്ല. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാം. യൂബെല്ല എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. വേറൊന്നുമല്ല, ഫ്ലോറൽ ഡ്രോപ്പ് ഇയറിങ്സ് ആണ്. ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ കളർ ചൂസ് ചെയ്തത് ഒരു പീച്ച് കളറാണ്. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള ഒരു എന്താ പറയുക ഇയറിങ്സ് ആണ്. 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത്യാവശ്യം നല്ലപോലെ തൂങ്ങിക്കിടക്കും. പിന്നെ അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെയും മെറ്റീരിയൽ അലോയ് ആണ് വരുന്നത്. പിന്നെ ഒരു ഫ്ലോറൽ ലുക്ക് തന്നെ കിട്ടും. നല്ല പെറ്റൽസ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പെയിൻറ്റിങ് എവിടെയെങ്കിലും കുറച്ചൊരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ടോ എന്നാണ്. കാരണം ഞാൻ ലൈറ്റ് കളർ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഡാർക്ക് കളർ ചൂസ് ചെയ്ത് അങ്ങനെ പ്രശ്നം തോന്നത്തില്ല. പിന്നെ നമ്മൾ ഇതാണേലും വെള്ളത്തിൽ നിന്നും ക്ലീൻ ആക്കാൻ പാടില്ല. സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്ത് കൊണ്ടേ നമ്മൾ ക്ലീൻ ആക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 220 റുപ്പീസ് ആണ്. അപ്പം ഈ ഒരു പെറ്റൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നല്ലപോലെ നോക്കണം. ഈ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ. അതായത് റെഡ് കളറും അതുപോലെ ഈ ബ്ലൂ കളറും. അപ്പോൾ ആ രണ്ട് കളറും അത്യാവശ്യം നല്ലപോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ചെയിൻ പോലെയാണ് ഈ ഒരു ഇയറിങ്സിൻ്റെ ഡിസൈൻ പോകുന്നത്. ആ ഒരു ചെയിനിലേക്ക് ഇങ്ങനെ കൊളുത്തി ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഊരിയിട്ടൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലെങ്ത്ത് കുറയ്ക്കുകയെന്ന് പറയുമ്പം അതിനുള്ള ഓപ്ഷൻ ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും ക്ലീനൊക്കെ ആക്കണമെങ്കിൽ നമുക്കിതിങ്ങനെ ഊരിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്നത് ആൻഡ് ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. ഇതും അത്യാവശ്യം സ്ട്രോങ് ഉള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്. അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഇതും ഒരു സെറ്റ് ഓഫ് ആംഗ്ലറ്റ്സ് ആണ്. അപ്പം പനാഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ആംഗ്ലറ്റ്സ് വരുന്നത്. അപ്പം ഇതിൻ്റെ പേര് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ചാം നസറിയ ആംഗ്ലറ്റ്സ് ആണ്. അപ്പം ഇതിൻ്റെ രണ്ടെണ്ണത്തിന് വരുന്നത് 350 റുപ്പീസ് ആണ്. അപ്പം ഡ്രോ സ്ട്രിങ് ആണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ബ്ലാക്ക് ത്രെഡഡ് ആയിട്ടുള്ള മൾട്ടി ലെയർ ആംഗ്ലറ്റ് ആണ്. പിന്നെ സിൽവർ ആണ് ഇതിൻ്റെ ലോക്കറ്റ് പോലെ വരുന്നത്. സിൽവർ ആണ്. നമ്മൾ പല ഡിസൈനിലുള്ള ലോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഒരു ലീഫിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഈ ഡ്രോ സ്ട്രിങ് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. 1 month വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡിസൈൻസ് അധികം
പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് വൺ ഒരു ലീഫായിരുന്നു. നെക്സ്റ്റ് വൺ ഒരു ഈവൽ ഐയും അതേപോലെ ഒരു ടോർട്ടോയ്സിൻ്റെയും കൂടി ഡിസൈൻ വരുന്നതാണ്. അപ്പം ഇത് കുറച്ചൊരു ഇതിൻ്റെ ത്രെഡ് കുറച്ച് ഫെയ്ഡായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കളർ. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കാര്യമായിട്ട് നോക്കണം. നെക്സ്റ്റ് വൺ ഒരു എലിഫൻ്റ് ആണ്. അപ്പം ഓവറോൾ ഇതിൻ്റെ ലോക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ലോക്കറ്റ്സ് ആണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് കുറച്ച് ഫെയ്ഡഡ് ആയിട്ടുള്ളതാണ്. അപ്പം നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫിഷിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കണ്ട ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ സ്ക്രീനിലെ ഐ ബട്ടണിലൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക്